ഇന്നാണ് ശശിധരൻ എന്ന് പറയുന്നത്. അയാൾ ഈ പാനായിക്കുളം കേസ് ഈ മട്ടിലാക്കി അവസാനം സുപ്രീം കോടതിയിൽ നിന്നും ഹൈക്കോടതി സുപ്രീം കോടതി ചീത്ത കേട്ട് ആ കേസിൽ മുഴുവൻ ആളുകളെയും വെറുതെ വിട്ട് നമ്മൾ കണ്ടു. ഇതിൽ ഈ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയങ്ങളൊക്കെ ഉണ്ട് എന്ന് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. ഞാനൊരു തുടർഭരണം CPM തെറ്റ് തിരുത്താത്തോടത്തോളം കാലം തുടർഭരണം വരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരു വ്യക്തിയല്ല. ഇന്ന് ഒരു റിട്ടയർഡ് മജിസ്ട്രേറ്റ് നമ്മളോട് സംസാരിക്കുകയാണ്. ഈ മജിസ്ട്രേറ്റിനെ കൊടുക്കാൻ ഈ ശശിധരൻ ശ്രമിച്ചു. എന്തിനാണ്? ഇയാൾ പിടിച്ചുകൊണ്ടുവന്ന പാനായിക്കുളം കേസിൽ ഇയാൾ പിടിച്ചുകൊണ്ടുവന്ന ഒരു പ്രതി പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. കേസ് ഡയറി നോക്കുമ്പോൾ അതിനകത്ത് ഒരു ചുക്കുമില്ല. അപ്പൊ ഞാൻ ഇവനെ റിമാൻഡിലേക്ക് അയച്ചാൽ ഈ ചെക്കൻ അടുത്ത ആഴ്ച പരീക്ഷയാണ്. അവന്റെ ജീവിതം, അവന്റെ ഭാവി അവതാളത്തിലാവുന്നതുകൊണ്ട് കർശന ഉപാധികളോട് നമ്മൾ ഈ SP ശശിധരനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നമ്മളെ VD സതീശൻ നല്ല ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞ് ജാമ്യം കൊടുത്തപ്പോൾ ജഡ്ജിനെതിരെയാണ് ഇയാൾ നീങ്ങുന്നത്. ജഡ്ജിനെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇയാൾക്ക് നടത്തണമെങ്കിൽ നോക്കൂ. അപ്പൊ ഈ ഒരു ജഡ്ജിക്കെതിരെ ഈ SP ശശിധരൻ നമ്മുടെ VD സതീശൻ നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓഫീസറാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ഥലം മാറ്റിയതായിരുന്നു. അപ്പോൾ മാറ്റിയത് തെറ്റാണെന്നാണ് പറഞ്ഞത്.